എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ ആ ചോര ഒഴുക്കണം, ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുക്കണം. അതിന് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു കൊടുത്തത്. സ്തോത്രം. ഈ വേദനയെല്ലാം പുത്രനായ ക്രിസ്തു സഹിച്ചപ്പോൾ പിതാവ് എന്തുകൊണ്ട് മുഖം മറച്ചു? യേശു എന്തുകൊണ്ട് സഹിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? ആമേൻ. നിനക്കും എനിക്കും വരാൻ പോകുന്ന അഗ്നി നരകത്തിൻ്റെ ഭയാനകമായ അനുഭവം നിനക്കും എനിക്കും വരാതെ രക്ഷപ്പെടാൻ മനസ്സുള്ളവൻ, ഇഷ്ടമുള്ളവൻ, അറിവുള്ളവൻ, അനുസരിക്കുന്നവൻ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തിയവർ നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടും. വചനം കേട്ട് ആമേൻ ഹൃദയത്തെ ഉടച്ച് ദൈവത്തിന് സമർപ്പിക്കുന്ന, രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള വല്ലോരും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അവരെൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അവരെ കൈവിടുകയില്ല എന്ന് യേശു പറഞ്ഞു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞില്ലേ? നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപത്തിൽ നിന്ന്, അക്രമത്തിൽ തന്നെ വീണ്ടെടുക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ്, ഇന്നു മുതൽ ഞാൻ എൻ്റെ വകയല്ല, ഞാൻ അങ്ങയുടെ വകയാണ്. ഇന്നു മുതൽ ഞാൻ സാത്താൻ്റെ സ്വന്തമല്ല, ഞാൻ അങ്ങയ്ക്ക് സ്വന്തമാണ്. അങ്ങയെ ഞാൻ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ തന്നെ സാത്താൻ പറയും, പറയല്ലേ, എന്നെ വിട്ടു പോകല്ലേ എന്ന്. സാത്താൻ നമ്മെ വിടാതെ പിന്നോട്ട് പിടിക്കും. സാത്താനെ പുറംകാല് കൊണ്ട് തൊഴിച്ചിട്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു നീ വന്നാൽ, ആമേൻ, പാപത്തെ ഏറ്റു പറഞ്ഞു വന്നാൽ, ദൈവത്തിനായി നിന്നെ സമർപ്പിച്ചു വന്നാൽ, കർത്താവ് നിന്നെ മാറോടണയ്ക്കും.